നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മഞ്ഞ ചുവപ്പ് റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് സബ്സിഡി നിരക്കിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. അവൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ പ്രത്യേക പണമൊന്നും നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും സർക്കാർ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കിലോ ആയിരിക്കും സർക്കാർ വില നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും നൽകേണ്ടി വരും നമ്മൾ അനർഹമായ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ. ഇതിൽ പല ആളുകൾക്കും പറ്റുന്നൊരു സംഭവമാണ്, നമ്മൾ റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും ഒരാൾ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിയാലും നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളെ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ ഇപ്പോൾ 40 ദിവസമാണ് നൽകിയിട്ടുള്ളത്. ഈ 40 ദിവസത്തിന് മുമ്പായി തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ പേര് ഒഴിവാക്കണം. അതിന് വേണ്ടത് മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി. ഇത്രയും സംഭവങ്ങൾ കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയ സെൻറ്ററുകളിലോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അപേക്ഷ നൽകുകയും അപേക്ഷ അവർ പരിഗണിച്ച് അപ്രൂവൽ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് 40 ദിവസം കൊണ്ട് തന്നെ അത് അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴും 2-3 വർഷമായി ഈ കാർഡിൽ പേര് ഒഴിവാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്നാണോ അവരുടെ പേര് ഒഴിവാക്കാൻ കൊടുക്കുന്നത് അതുവരെയുള്ള മുഴുവൻ മാസങ്ങളിലെയും അവർ എത്ര കിലോ അരി വാങ്ങിയെന്ന് കണക്കാക്കി ആ ഓരോ കിലോ അരിക്കും 38 രൂപ വെച്ച് നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് ഒഴിവാക്കുക. ഇതിൽ പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളത്, മരണപ്പെട്ടു പോയ വ്യക്തി റേഷൻ കാർഡിലെ ഓണറായിരിക്കും. അവരുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളുമാണ് റേഷൻ കാർഡിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീ അംഗത്തെ റേഷൻ കാർഡിനെ ഓണറാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ റേഷൻ കടകളിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് മാറ്റാൻ സാധിക്കും. മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ്, ആരുടെ പേരിലാണോ പുതിയ ഓണർ വരുന്നത് അവരുടെ ഫോട്ടോ, അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്രയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ദിവസത്തിനകം തന്നെ അത് അപ്രൂവൽ ആകുകയും പുതിയ വ്യക്തിയുടെ പേരിലുള്ള ഫോട്ടോ കാർഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ 6 മാസമാണ് അതിന് സർക്കാർ കാലാവധി തരുന്നത്. ഈ 6 മാസം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അവരുടെ പേര് നേരെ NRK എന്ന് രേഖപ്പെടുത്തണം. അവർ പിന്നീട് പ്രവാസം നിർത്തി നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് NRK ഒഴിവാക്കാനും സാധിക്കും. അല്ലാതെ നമ്മൾ അവരുടെ പേരുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഓരോ കിലോ ആയിരിക്കും കണക്കാക്കിയായിരിക്കും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരിക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കാർഡ് നമുക്ക് അർഹതയില്ലാതെ നമ്മൾ സാധനം വാങ്ങുന്നതെങ്കിൽ നമ്മൾ മുഴുവൻ പേരും വാങ്ങിയ സാധനങ്ങളുടെ പണവും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതിനുദാഹരണമാണ്, നമ്മുടെ കാർഡ് ചുവപ്പോ മഞ്ഞോ കാർഡായതിനു ശേഷം നമ്മൾ 4 ചക്ര വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാറ് വാങ്ങി അതിനുശേഷം നമ്മൾ 20 ദിവസം കൊണ്ട് തന്നെ നമ്മളത് കാർഡ് വെള്ളയിലേക്ക് മാറാനുള്ള അപേക്ഷ കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും, നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും 38 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാണോ വാഹനം രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ ദിവസം മുതലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ്, നമ്മൾ ചെറിയ വീട് വെച്ച സമയത്താണ് നമുക്ക് കാർഡ് ലഭിച്ചതെങ്കിൽ പിന്നീട് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യണം. അത് നമ്മൾ പഞ്ചായത്തിൽ നിന്നും വീടിൻ്റെ അളവിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. പഞ്ചായത്തിൽ ഓൺലൈനായി സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് നമുക്ക് ലഭിക്കും. ആ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്കോ അല്ലെങ്കിൽ നീലയിലേക്കോ മാറും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യഥാസമയത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ അത് അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ എന്നാണോ കണ്ടെത്തുന്നത് അതുവരെയുള്ള മുഴുവൻ ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫൈൻ അടക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട്. വലിയ രൂപത്തിലുള്ള 30,000 40,000 രൂപയിലുള്ള വലിയ രൂപത്തിലുള്ള ഫൈനുകൾ അവർക്ക് എല്ലാ മാസം വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വാങ്ങുന്നതായിരിക്കാം. പക്ഷേ അത് ഗവൺമെൻറ് അത് മനസ്സിലാക്കുകയില്ല. നമ്മൾ ആ ഫൈൻ അടച്ച് റെസിപ്റ്റ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ അപേക്ഷകൾ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ
ഇപ്പോൾ വെള്ള നീല കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പ് മഞ്ഞയിലേക്ക് മാറാൻ അവസരമുണ്ട്. നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ചുവപ്പിലേക്കോ മഞ്ഞയിലേക്കോ മാറുന്നതാണ്. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും വീടിൻ്റെ അളവുള്ള രസീത് കൈപ്പറ്റുക. അത് വെച്ച് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിധവകളായ ആളുകളാണ് കുടുംബനാഥയെങ്കിൽ അവരുടെ വിധവ പെൻഷൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ, സ്വന്തമായി ഭൂമിയില്ലാത്ത ആളുകൾ, വാടക താമസിക്കുന്ന ആളുകൾ, 2010 BP ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ, അങ്ങനെ പല ആളുകൾക്കും ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ 20 ദിവസത്തിനകം തന്നെ നമ്മുടെ ഫോണിലേക്ക് കോൾ വരികയും അവർ അന്വേഷണം നടത്തുകയും ചെയ്യും. അന്വേഷണത്തിന് ശേഷം നമുക്ക് കാർഡിന് അർഹതയുണ്ടെങ്കിൽ അവർ കാർഡ് അപ്രൂവൽ നൽകുകയും പിന്നീട് നമുക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.